നമുക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വെളിപാട് നൽകിയില്ലേ? എന്നാ പറഞ്ഞത്? ദൈവത്തിന് നിന്നോട് അനുകമ്പ തോന്നണമെങ്കിൽ നീ സഭയിൽ നിന്ന് വാങ്ങിച്ച വിശ്വാസത്തെക്കാളും കുടുംബത്തിന് നിന്ന് കൈപ്പറ്റിയ വിശ്വാസത്തെക്കാൾ മേന്മേറിയ വിശ്വാസം കാഴ്ചവെച്ചാൽ മതി എന്നല്ലേ? എനിക്ക് ഹൃദയം ഭയങ്കരമായിട്ട് സന്തോഷിച്ചായിരുന്നു കർത്താവ് ദൈവികമായ രഹസ്യങ്ങൾ പറഞ്ഞപ്പോൾ. വീണ്ടും നമ്മൾ സൂചിച്ചപ്പോൾ ഈശോ പറഞ്ഞു, അത് പുതിയ വെളിപാടല്ല, പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന്. അതെന്താ പറഞ്ഞിരിക്കണത്? നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നെങ്കിൽ എന്ത് മേന്മയാണുള്ളതെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തന്നെ തിരിച്ച് കിട്ടുമെങ്കിൽ എന്ന പ്രതീക്ഷയിൽ പാപികൾക്ക് കടം കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുന്നെങ്കിൽ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുകയും അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രൻ വിളിക്കപ്പെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ലൂക്കായുടെ സുവിശേഷമാണ്. 6:33 മുതൽ 6:35 വരെ. ഈശോ എപ്പോഴും ചോദിക്കണത്, മത്തായിയുടെ സുവിശേഷമുണ്ട്. ഈശോ എപ്പോഴും ചോദിക്കണത്, മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലേ? ഇപ്പം നമ്മൾ ഉടമ്പടിയുടെ ഒരു മർമ്മം അതാ. ഉടമ്പടി ഞാൻ ഇടയ്ക്ക് പറയും, എന്ത് പറയും? ഉടമ്പടി വിശ്വാസിയെ പെട്ടെന്ന് വേദസാക്ഷിയാക്കും. ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കണമെങ്കിൽ 1 മാസം കൊണ്ട് നമ്മൾ വേദസാക്ഷിയാകും. ഇപ്പോഴൊരു പത്രത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞില്ലേ? ഒരു മോള് സാക്ഷ്യം പറഞ്ഞില്ലേ? നിങ്ങൾ പത്രം വാങ്ങിക്കണം, വാങ്ങിച്ചാൽ പോരാ, നിങ്ങൾ കർത്താവിനെ വിശ്വാസത്തോടെ മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? ആ മകള് കർത്താവിൻ്റെ നാമത്തിൽ അത് സംസാരിച്ചത്. ശരിക്കും അവൾ ഇൻ്റർവ്യൂ പാസ്സായി പുറത്തിറങ്ങിയപ്പോൾ അവളുടെ മനസ്സ് ഒരു മുസ്ലിം സഹോദരനെ കണ്ട് അവളുടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ആ മകൻ കൂടി രക്ഷപ്പെടണമെന്ന് ഒരു പരിചയവുമില്ല. ആദ്യം കാണുന്ന ആളാണ്. ഞാൻ ഓർക്കണം എത്ര പേർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടാകുമെന്ന്. ദൈവസേവനം നിറഞ്ഞു കഴിയുമ്പോഴേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോഴേ ഉടനെ ജീവിത പങ്കാളി പറയാണ്, ആ ചേട്ടന് കൂടി ആ പത്രം ഉപ്പ് കൊടുക്കാൻ. ആ ചേട്ടന് ആ പത്രവും ഉപ്പും കൊടുത്ത് അവനും പോയി പാസ്പോർട്ടിൽ വിട്ടിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവൻ ആ നമ്പർ തപ്പിപ്പിടി തിരിച്ച് വിളിച്ച് ഒരു അപരിചിതമായ വ്യക്തികളെപ്പോലും നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ദൈവം. നീ ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ നിന്നെയും അനുഗ്രഹിക്കും, നിൻ്റെ കൂടെയുള്ളവരെയും അനുഗ്രഹിക്കും. ഇപ്പോഴത്തെ സാക്ഷ്യം കേൾക്കുമ്പോൾ നിന്റെ കണ്ണ് കാണുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കും. കൈ അടിച്ച് കർത്താവ് ശക്തമായി സ്തുതിക്കട്ടെ. മുട്ടോളമല്ല അരയോളം പോര വലിയൊരു ജീവ നദിയൊഴുകാ. മുട്ടോളമല്ല അരയോളം പോര വലിയൊരു ജീവ നദിയൊഴുകാ. നീന്തിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത നീരുറവയും തുറക്കുക. നീന്തിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത നീരുറവയും തുറക്കുന്നതാ. കൊത്തനാളി കൊത്തനാളി പിന്മഴ പെയ്യേണം, മാലിന്യം മറയണം, നെഞ്ചന ഉണർന്ന് വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യേണം, മാലിന്യം മറയണം, നെഞ്ചന ഉണർന്ന് വേല ചെയ്യുവാൻ. കൊത്തനാളി പരമപിതാവേ പിന്മഴ. അനുകമ്പ ആ കുഞ്ഞിന് കിട്ടിയിട്ടാണ് കർത്താവിനോട് പറഞ്ഞു, മകളെ മെസ്സേജ്
അനുസരിച്ച് നിനക്ക് ജോലി കിട്ടത്തില്ല. കാര്യം നിനക്കതിനുള്ള അർഹതയും യോഗ്യതയും ഇല്ല. പക്ഷേ ഉടമ്പടിക്കൊരു പ്രശ്നമുണ്ട്. എന്താ കാര്യം? അത് നമ്മുടെ യോഗ്യതയിലല്ല വർക്ക് ചെയ്യണത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് തിരിച്ചു വിളിക്കുന്നത്. നിയമപരമായിട്ടും യോഗ്യത അനുസരിച്ച് മെറിറ്റ് അനുസരിച്ചിട്ടും നിനക്ക് ജോലി കിട്ടത്തില്ല. പക്ഷേ കർത്താവ് കാരുണ്യം കാണിച്ചാൽ നിനക്ക് കിട്ടും. എഫേസ്യർ 2:8 നമ്മുടെ യോഗ്യതയിലല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടെന്ന്. അതാണ് നമുക്ക് ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറഞ്ഞാൽ അതാണ്. അച്ഛനൊക്കെ ഇങ്ങനെ സന്തോഷിച്ചിരിക്കാൻ കാര്യം അതാണ്. കാര്യം അത് ഒരിക്കലും നമ്മുടെ യോഗ്യതയെ വർക്ക് ചെയ്യുന്നതല്ല. എന്നിട്ട് ഞാൻ എൻ്റെ മക്കളോട് പറയും, മക്കളെ പറ്റുമെങ്കിൽ പറ്റാവുന്ന വിധത്തിലെല്ലാം നിങ്ങൾ ഉടമ്പടിയോട് വിശ്വസ്തത കാണിക്കുക. ചിലപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന കാര്യം നിങ്ങളുടെ വിശ്വസ്തതയുമായിട്ട് ചിലപ്പോൾ പൊരുത്തപ്പെട്ടിട്ട് പോയിട്ട് അതിൻ്റെ യോഗ്യത കിട്ടാവുന്നതല്ല. പക്ഷെ കർത്താവിന് വേണമെങ്കിൽ നിന്നോട് കാരുണ്യം കാണിക്കാം. കർത്താവിന് നിന്നോട് കാരുണ്യം കാണിക്കാം. ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? നീ പോകുമ്പോൾ ഈ കാശുരൂപം കൊണ്ടുപോകണം. ഏതാണ്? ഉടമ്പടി കാശുരൂപം. എൻ്റെ മക്കൾ അത് വെരി സീരിയസ് തിങ്. അതായത് ഉടമ്പടി കിടന്ന കാശുരൂപവും പിന്നീട് തരണ കാശുരൂപവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണെന്ന് അച്ഛൻ പറയണില്ല. ഉടമ്പടി കാശുരൂപത്തെക്കുറിച്ച് ഞാൻ പറയാം. അത് 12 പ്രാവശ്യം വെഞ്ചരിച്ച പ്രാർത്ഥന. അതൊരു മനുഷ്യന് ദൈവത്തിൻ്റെ സാന്നിധ്യം. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ നാളെ കിടക്കണം എന്താണ്? നാളെ നിങ്ങൾ വെന്റിലേറ്ററിൽ കിടക്കണമെന്ന് വിചാരിച്ചോ? നിങ്ങൾ കിടന്ന് നിങ്ങളുടെ അപ്പൻ കിടക്കണം വിചാരിച്ചോ? അപ്പന് ബോധമില്ല, നിന്നെ തിരിച്ചറിയണമെന്ന് വിചാരിച്ചോ? നിനക്ക് അപ്പൻ്റെ ഇവിടെ വെന്റിലേറ്ററിൽ നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ? അപ്പോഴും ഞാൻ പറയും, ഈ കാശുരൂപം നീ അപ്പൻ്റെ തലയുടെ താഴെ കൊണ്ട് വെക്കണം. ചില ആൾക്കാർ ചില പറമ്പ് വിറ്റ് മാറാത്തപ്പോൾ ഞാൻ പറയും, ഈ കാശുരൂപം കൊണ്ടുപോയി 7 വിശ്വപ്രമാണം ചൊല്ലി, അമ്മ നിന്ന സ്ഥലത്ത് വെച്ച് 7 വിശ്വപ്രമാണം ചൊല്ലി കൊണ്ടുപോയി കുഴിച്ചിടണമെന്ന് പറയും. അപ്പോൾ അത് ചില ആൾക്കാർ ഇങ്ങനെ നെറ്റ് ഒടിച്ചിട്ട് എന്നെ നോക്കും, ഇതെന്ത് വല്ല കൂടോത്രമാണെന്ന്. ഞാൻ അപ്പം നിങ്ങൾ നെറ്റ് ഒടിക്കണ്ട. ചിലപ്പോൾ കൂടോത്രക്കാരും ചിലപ്പോൾ ഇതുപോലെയൊക്കെ പറയും കുഴിച്ചിടണമെന്ന്. പക്ഷെ നമ്മൾ കുഴിച്ചിടുമ്പോൾ ഐഡിയ മാറും. എന്താ കാര്യം? നമ്മളെ രക്ഷിച്ചത് കുഴിച്ചിട്ടാ. അപ്പൻ കുരിശ് കുഴിച്ചിട്ടാണ് നമ്മളെ രക്ഷിച്ചത്, അല്ലേ? ഭൂമിയിൽ ഈശോൻ്റെ കുരിശ് മാന്തി കുഴിച്ചിട്ടിട്ടാണ് നമ്മളെ രക്ഷിച്ചത്. അപ്പം കുഴിച്ചിടണത്, ആ കുഴിച്ചിടുന്ന വ്യക്തികളെ എന്ത് ചെയ്യണമെന്നല്ല മക്കളെ വിഷയം, എന്ത് ലക്ഷ്യത്തോടെ ചെയ്യണമെന്നാണ് വിഷയം. കർത്താവേ, ഈ ലോകത്തെ മുഴുവൻ നീ രക്ഷിച്ചത് നിൻ്റെ കുരിശ് അപ്പം കുഴിച്ചിട്ടിട്ടാണ്. അത് ഞാനിപ്പോൾ അനുസ്മരിക്കുന്നു. യേശു കർത്താവാണെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ദൈവം അവനെ മരിച്ചോട് ഉയർപ്പിച്ചെന്ന് അതരം കൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെയും കുരിശുമരണത്തെയും വിശ്വാസ പ്രമാണമാണ് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മളത് സ്ഥാപിക്കുന്നത്. അപ്പോൾ ചെയ്യണവരൊക്കെ ആ ചെയ്യുമ്പോൾ ചെയ്യണ ഐഡിയ വേണം നമുക്ക്. ഇപ്പോൾ വരാപ്പുഴയെന്നൊരു സാക്ഷ്യം പറഞ്ഞില്ലേ? പ്രളയത്തിന് 4 സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വരാപ്പുഴന്ന് 2 പേര് കൂടി കയറി കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ സാക്ഷ്യം എന്താ? അവരാ വീട്ടിൽ നിന്ന്, ആ പ്രദേശത്തു നിന്ന് 8 വീട്ടുകാരാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. 8 വീട്ടുകാർ ആ ഒരൊറ്റ ഇട്ടാവട്ടത്തിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവർ പറയണ, അച്ഛാ പെരിയാറ് പൊങ്ങി, നമുക്കറിയാം പെരിയാറ് പൊങ്ങി ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പുറത്തുള്ള റോഡിൽ കൂടി ആൾക്കാർ വള്ളത്തിൽ പോണ കണ്ടെന്ന്. അപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ കർത്താവ് വെള്ളം കയറ്റിയില്ലെന്ന്. വെള്ളം കയറ്റിയതും കയറ്റാത്തതുമല്ല, ഇതുപോലെ വിശ്വാസത്തിന് ചില തുരുത്തുകളുണ്ട്. ഒരുപക്ഷെ വെള്ളം കയറിയിട്ട് നീ ക്രിസ്ത്യാനിയായ സാക്ഷ്യത്തോടു കൂടി ജീവിച്ചെങ്കിൽ അത് വെള്ളം കയറുന്നതാണ് അപ്പോൾ നല്ലത്. നീ വെള്ളം കയറിയിട്ടും നിൻ്റെ വീട്ടിൽ വെള്ളം കയറി അറ്റം വരെ കയറുമെന്ന് വിചാരിച്ചോ? എന്നിട്ടും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നീ വിശ്വാസം കൈവിടാതെ ദൈവം തന്ന ഈ പ്രകൃതിയിൽ നിന്നുണ്ടായിരുന്ന ക്ലേശങ്ങളെ, കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകത്ത് പ്രളയമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ പ്രളയത്തെ കീഴടക്കിയിരിക്കണമെന്ന്. അങ്ങനെ വചനമില്ലേ? അതിന് പറഞ്ഞ ഈശോ എന്താ പറഞ്ഞത്? ലോകത്തിൽ ഞെരുക്കങ്ങളുണ്ടാകും. എന്തെല്ലാം തരം ഞെരുക്കങ്ങളാണ് ഉണ്ടായത്? ഇപ്പോഴും കൈനകരിക്കാർക്ക് വീട്ടിലെത്താൻ ഒത്തിയിട്ടില്ല. ഞാൻ ഇന്ന് കുർബാന അർപ്പിച്ചത് കുട്ടനാടിന് വേണ്ടിയാണ് രാവിലെ. കാര്യം ഈ കാണുന്ന ഈ നമ്മൾ ഫേസ്ബുക്കിലും ടി വിയിലും കാണുന്ന വിഷയങ്ങളൊന്നുമല്ല. ഭയങ്കര ഉച്ചനീചിത്വങ്ങളാണ് നടക്കുന്നത്.
പലരും കണ്ണുനീരോടുകൂടി വന്ന് പറയുകയാണ്. അതാത് അധികാരമുള്ള സ്ഥലങ്ങളിൽ അതാത് പാർട്ടിക്കാർ അവരുടെ ആൾക്കാർക്കാണ് ഈ സഹായകരെ ഒപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കംപ്ലൈൻറ്റുകളുണ്ട്. കുടിവെള്ളം പോലും കൃത്യമായിട്ട് ഇന്നുവരെ കിട്ടാത്ത വീട്ടുകാരുണ്ട്. എനിക്ക് ചോദിക്കണം, അവരൊക്കെ ഇന്നലെ ഇവിടെ വന്ന് പറഞ്ഞു, അച്ഛാ ടി വിക്കാർ ഞങ്ങളുടെ അടുത്ത് വരട്ടെ, ഞങ്ങൾ പറയാം എന്താണ് സത്യമെന്ന്. പിന്നെ അവർ കുറേ സങ്കടങ്ങൾ പറഞ്ഞു. ഞാനിപ്പോൾ അത് പറയണില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തെങ്കിലും സംഭവിച്ചാൽ ദൈവം മാത്രമേ ഉള്ളെന്ന്. ബാക്കിയെല്ലാം ഓരോ രീതികളിൽ ആൾക്കാരെ വിഭജിച്ച് അവരുടെ രീതിയിൽ സന്ധിച്ച് മറ്റുള്ളവരെ ഒഴിവാക്കി ഭയങ്കര അനീതി, ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കുന്നവർ, കർത്താവേ നീ എൻ്റെ കണ്ണീര് തുടക്കുന്നു, അന്ന് മാത്രമേ കറക്റ്റ് തുടക്കൽ നടക്കത്തുള്ളൂ. ബാക്കി ആർക്കും കണ്ണീര് തുടക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് കർത്താവ് പറയണത് എന്താണ്? ഞാൻ നിന്റെ കണ്ണീരെല്ലാം തുടച്ചു മാറ്റും, ഇനിമേലും മരണം ഉണ്ടാകത്തില്ലെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ മരിക്കത്തില്ലെന്നല്ല, മരണം ഉണ്ടായാൽ പോലും മരിച്ചതായിട്ട് ഫീൽ ചെയ്യാത്ത വിധത്തിൽ ദൈവം നിന്നെ കൃപ കൊണ്ട് നിറക്കുന്ന കൈ അടിച്ച് കർത്താവ്.